മാനുവൽ 470 21 മോഡൽ RXT ട്രൈബർ നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഫുൾ ഓൺ കയറുമില്ല, ഫുൾ ഓൺ ഗ്യാരണ്ടിയാണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്, വലിയ ഓട്ടം പോയിട്ടില്ല. സിംഗിൾ ഓണർ, വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാ. മെയിൻറ്റൈൻ ഉണ്ടോ? ഓക്കെ. 15 മോഡലാ. 15 മോഡലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പുഷ്പട്ടം വരില്ല. നേരത്തെ കണ്ട വി ഓപ്ഷനിൽ പുഷ്പട്ടം ഉണ്ടായിരുന്നു, ഇതിൽ പുഷ്പട്ടം വരില്ല 15 മോഡലായതുകൊണ്ട്. പിന്നെ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെന്റ് യൂസ്ഡ് കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബ്. അതായത് നമ്മൾ കോഴിക്കോട് പാവങ്ങാട് ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് തന്നെ പാവങ്ങാടുണ്ട്, അതേപോലെ സൗത്ത് കൊടുവള്ളിയുണ്ട് കോഴിക്കോട്, പിന്നെ വയനാട് കൽപ്പറ്റ കൈനാട്ടിലും ഷോറൂം വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഏത് സ്ഥലത്തുള്ള സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുടെ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് ത്യാഗുവിനെ സ്വാഗതം ചെയ്യാം. ത്യാഗു, സ്വാഗതം. സുഖല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് മൺസൂണായിട്ട്? ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പോകുന്നുണ്ട്. ആളുകൾ വണ്ടി എടുക്കുന്നുണ്ടോ മൺസൂൺ ആയതുകൊണ്ട്? അത്യാവശ്യം കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ പോകുന്നുണ്ട്. ആ ഒരു എൻക്വയറി വെച്ചിട്ടാണ് നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്? അങ്ങനത്തെ വണ്ടികൾ തന്നെയാണ് കൂടുതൽ പർച്ചേസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ സെഗ്മെന്റും ഉണ്ടോ ഇന്ന് കാണിക്കുന്നതിൽ? ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം ഹോണ്ട സിറ്റിയാണ്. KL 77, പേരാമ്പ്ര രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഇവിടെ ഇപ്പം 3 ഹോണ്ട വണ്ടികളുണ്ട്. 2 സിറ്റി ഉണ്ട്, ഒരു ജാസും ഉണ്ട്. ഓക്കെ, നമ്മൾ കാണിച്ചു തരാൻ പുറകില്. അപ്പോൾ ആദ്യം സിറ്റി എങ്ങനെയാ മോഡൽ? 2019 VCVT ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് സിറ്റിയാണ്. വി ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ VX ZX. അതിലേക്ക് പോകുമ്പോൾ സൺറൂഫ് വരും അല്ലേ? ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് ഒക്കെ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് എൻട്രി, പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. മറ്റേലേക്ക് പോകുമ്പോൾ പ്രൊജക്ട് ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ മാറും അല്ലേ? ഓക്കെ. അപ്പോ കിലോമീറ്റർ എത്ര ചെയ്ത്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. 88,000 അല്ലേ? പക്ഷേ പ്രോപ്പർ കമ്പനി സർവീസ് അല്ല. 88,000 കിലോമീറ്ററിന്റെ അതുകൊണ്ടല്ലേ ഞാൻ പറയാം. ഒരു ഓട്ടോമാറ്റിക് സിറ്റി എടുത്തിട്ട് 88,000. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ ആള് ശരിക്കും ഒരു ഡീസൽ വണ്ടി എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ. കറക്റ്റ് ഇസ്രയേലുണ്ട് പ്രോപ്പർ. സംഭവം മൈലേജിന്റെ കുറവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൈലേജ് ഒരു 9 to 13 വരെയൊക്കെ മാക്സിമം ഓട്ടോമാറ്റിക് കിട്ടുള്ളൂ. മാനുവൽ ആണെങ്കിൽ ഒരു 13-14 ഒക്കെ കിട്ടിയേനെ. ഇതിൽ അത്രയും മൈലേജ് കിട്ടും. ആ മൈലേജ് വെച്ചിട്ട് ഇത്ര ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. 10 to 10 പക്ക സർവീസ് പോയല്ലേ? ഇപ്പൊ 80 സംതിങ് കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. 19 മോഡൽ. ഓക്കെ. അപ്പോ എത്ര ഇതിന്റെ പ്രൈസിങ്? 7,35,000. വി ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് സിറ്റിയാണ്. ഫുൾ കമ്പനി സർവീസുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ. മാക്സിമം ലോൺ കയറുള്ളൂ? ഒരു 90% ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ മൈലേജിന്റെ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ സിറ്റി ഓടിക്കുന്നവർ, ഓട്ടോമാറ്റിക് നോക്കുന്നവർ മൈലേജ് കൺസേൺ ആവാറില്ല പൊതുവെ. കാരണം അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും പിന്നെ ലോ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനങ്ങളുമാണ് ഹോണ്ടയുടെ പൊതുവെ അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ടാറ്റ ടിയാഗോ. ഒരു ഓട്ടോമാറ്റിക് കാർ തപ്പുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡലാണ്. ഓക്കെ. 19 ടിയാഗോ XZ ഓട്ടോമാറ്റിക്. XZ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XZ അന്ന് അലോയ്സ് വരുന്നില്ല അല്ലേ? ഇല്ല, പക്ഷേ അലോയ് ടൈപ്പ് വീൽ കപ്പ് ആണ്. ആ മോഡൽ വീൽ കപ്പാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. XZ 19 ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. നീറ്റ് വണ്ടി. കിലോമീറ്റർ ആണ് ഇതിലായിട്ട് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. സിംഗിൾ ഓണർ. പ്രോപ്പർ മെയിൻ്റെനൻസ് ഉണ്ടോ? കമ്പനി മെയിൻ്റെനൻസ്. അതെ. ഓക്കെ. അപ്പോൾ വെറും 18,000 കിലോമീറ്റർ ഓടിയ ഒരു ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. AMT ഗിയർ ബോക്സ് ആണ്. മൈലേജ് വലിയ ഷോർട്ട് ഉണ്ടാവില്ല. ഒരു 13, 16, 17 വരെയൊക്കെ കിട്ടും. ആ റേഞ്ച് കിട്ടും. മറ്റേതാണ് ഒരു 14, 17 വരെ എന്തായാലും കിട്ടും. 13, 16, 17 വരെയും കിട്ടും. ഓക്കെ. എത്ര ഇതിന്റെ പ്രൈസിങ്? 4,75,000. 4,75 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വെറും 18,000 കിലോമീറ്റർ ഓടിയ ടിയാഗോ ആണ് കിട്ടുന്നത്. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനങ്ങൾ നോക്കി നടത്തുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണല്ലോ, സൗകര്യമായി അല്ലേ? ഓക്കെ. അപ്പോൾ ലോണ് ഇതിൽ മാക്സിമം കയറുമോ? മാക്സിമം ഫുൾ ഓണിന്റെ അടുത്ത് തന്നെ കയറും. ഓക്കെ. വില എന്തായാലും മാറ്റം ചെയ്യാറുണ്ട്. അടുത്തത് ഹ്യുണ്ടൈ i20 ആണ്. KL 29 കായംകുളം രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. കായംകുളം. ഓക്കെ. ഏതാ മോഡൽ ഇത്? 18 ആസ്റ്റോ ഓപ്ഷണലാ പെട്രോൾ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. അതായത് അന്ന് തന്നെ
ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും 6 എയർ ബാഗ് ആയി. പക്ഷെ അന്ന് തന്നെ ഈ വാഹനത്തിൽ 6 എയർ ബാഗ് വരുന്നുണ്ട് ആസ്ട്ര ഓപ്ഷനിൽ കേട്ടോ. ആസ്ട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസം അന്ന് ഇറങ്ങുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് വൈസും മാറുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ ഇത്ര എയർ ബാഗ് വരും. ഓക്കെ, സേഫ്റ്റി വൈസും മാറുന്നുണ്ട്. ടയേഴ്സ് പുതിയതാ? ടയർ 4 പുതിയതാ. 4 പുതിയതാ? അത് ശരി. ഓക്കെ, അപ്പൊ ടയറിന്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. കിലോമീറ്റർ എത്രയായി? 63,000 കിലോമീറ്റർ. 63,000. ഓക്കെ, പെട്രോൾ മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ മാനുവൽ, 2018 ആസ്റ്റ ഓപ്ഷനിൽ 63,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ മോഡൽ കൂടിയ വണ്ടിക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി നിങ്ങൾ 18 മുതൽ അങ്ങോട്ട് വാറണ്ടി കൊടുക്കും. അപ്പൊ ഈ വണ്ടിക്കൊക്കെ കിട്ടും? നേരത്തെ വണ്ടിക്കൊക്കെ കിട്ടൂല്ലേ? 18 മുകളിലൊക്കെ ഉള്ള എല്ലാ വണ്ടിക്കും 1 ഇയർ ഇവരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഷോറൂം വാറണ്ടി അല്ല, ഇവരുടെ വാറണ്ടിയാണ്. ഓക്കെ, ഇതെങ്ങനെയാ? എത്ര? 5.5 ആസ്കിംഗ് പ്രൈസ്. 5,50,000 അല്ലേ? 18 മോഡൽ ആസ്റ്റ ഓപ്ഷനിലാണ്. 5,00,000 നിങ്ങൾക്ക് കൊണ്ട് 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ ഓൺ കയറും? ഫുള്ളിന്റെ 90 നേരത്തെ പറഞ്ഞ 90% കയറും. നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വണ്ടീന്റെ കാര്യത്തിൽ ചോദിക്കുകയാണ്. ചില ആൾക്ക് ലോണിനെ പറ്റി അറിയണമെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും പിടിച്ച് ചോദിക്കുന്നത് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഇതും മൈലേജ് കുറച്ച് കുറവായിരിക്കും, ഒരു 10-13 വരെയൊക്കെ മൈലേജ് കണ്ടാൽ മതി. പിന്നെ ഇത് ഓടിക്കാനുള്ള സുഖം കൊണ്ട് തന്നെയാണ് ആളുകൾ എടുക്കുന്നത്. വേണമെങ്കിൽ അഡീഷണൽ CNG ചെയ്യാം. പലർക്കും CNGയിൽ ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. പെട്രോൾ വണ്ടിയാണെങ്കിൽ CNG ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഹോണ്ട സിറ്റി തന്നെ സെഡാൻ കാറ്റഗറിയാണ്. നേരത്തെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് മാനുവൽ ആണ്. സെയിം വി ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇത് മോഡൽ കുറവാണ് അല്ലേ? 2015 മോഡലാണ്. 15 മോഡലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പുഷ്പട്ടം വരില്ല. നേരത്തെ കണ്ട വി ഓപ്ഷനിൽ പുഷ്പട്ടം ഉണ്ടായിരുന്നു. ഇതിൽ പുഷ്പട്ടം വരില്ല 15 മോഡലായതുകൊണ്ട്. പിന്നെ ഓട്ടം എത്ര പോയി? ഓട്ടം 1 lakh ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് ഒക്കെ പക്ക ഉണ്ടോ? സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ഉണ്ട്. ജസ്റ്റ് 1 lakh കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹോണ്ട വണ്ടിയാണ്. ടൊയോട്ടേനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓട്ടം ഒരു പ്രശ്നമല്ല. കറക്റ്റ് മെയിൻറ്റൈൻഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് നിലവിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നോർമൽ സർവീസ് കോസ്റ്റ് വരുള്ളൂ. വലിയ മെയിൻ്റെനൻസ് സൈഡ് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാനുവലാണ്. മൈലേജ് ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. അതായത് നല്ലൊരു സെഡാൻ കാറ് നമുക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പേടിച്ചിട്ട് വാങ്ങാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഹോണ്ട സിറ്റി ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ് ഹോണ്ട സിറ്റി, ഹോണ്ട അമേസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് പ്രൈസ്? എങ്ങനെയാണ്? 4,50,000 2015 വി ഓപ്ഷൻ സിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു 4 ലക്ഷം വരെ ലോണും കയറൂല? കിട്ടും. 15-നൊക്കെ 15 ആകുമ്പോൾ ഇവരുടെ വാറണ്ടി ഉണ്ടാവില്ലല്ലോ? വാറണ്ടി ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെക്ക് ചെയ്തെടുത്താണ്. വേണമെങ്കിൽ തന്നെ ഇവിടെ വിഷൻ ഹോണ്ടന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് സർവീസ് സെന്റർ. അവിടെ കൊണ്ടുപോയിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹ്യുണ്ടൈ വെർണ. ഇതും ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി. പവർഫുൾ സെഡാനാണ്. 1.6 ആണ് വാഹനം വരുന്നത്. അപ്പോൾ ഒരു പവർഫുൾ സെഡാൻ വാഹനമാണ്. ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക്കാ. ഡീസൽ ഓട്ടോമാറ്റിക്, ഒന്നും പറയാനില്ല. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്, കോഴിക്കോട് ജില്ല തന്നെ. ഏതാ മോഡൽ ഇത്? 15-16 രജിസ്ട്രേഷൻ. ഓക്കെ, ഇതും 15 മോഡൽ 16 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ 16 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 2031 വരെയാണ് പേപ്പർ കാലാവധി വരിക. അതിനുശേഷം നമ്മൾ റിന്യൂവൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, SX അല്ല? SX ഓപ്ഷണൽ 1.6. SX ഓപ്ഷനല്ല, SX ഓപ്ഷനല്ല, ഏറ്റവും ടോപ്പ്. ഓക്കെ, ഇതിലും 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി പെർഫോമൻസ് സെഡാൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. കാല് കിടക്കുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒന്നും. ഡീസൽ ഓട്ടോമാറ്റിക് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഷോർട്ടാ ഇറങ്ങിയതോ. ഓക്കെ, ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ ഹോണ്ടനെ പോലെ അത്ര മെയിൻ്റെനൻസ് ഫ്രീ അല്ല, കുറച്ച് മെയിൻ്റെനൻസ് വരും. ഓക്കെ, പിന്നെ വണ്ടി കുറച്ച് ഇറങ്ങിയതിനെ കൊണ്ട് കൂടുതൽ എൻക്വയറി വരുന്നതാണ്. അതാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ i20 ഇതൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതിന്റെ ഡീസലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ, ആ ഒരു രീതി കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല അടിപൊളി പെർഫോമൻസ് സെഡാനാണ്. കിലോമീറ്റർ കിലോമീറ്റർ 1,05,000 കറക്റ്റ് സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസാ. ഇനി അടുത്ത സർവീസ് 1,15,000 വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വെർണയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 15-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? പിന്നെ എത്രയാണ് നമ്മുടെ പ്രൈസ്? 5,40,000 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. മാക്സിമം ലോണും കയറില്ല? ഹോണ്ട ജാസ് ആണ് അടുത്തത്. പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ SV ആണല്ലോ. എസിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ്. എന്നാൽ വീന്റെ താഴെയും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 88,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓക്കെ, പെട്രോൾ ഹോണ്ടയാണ്. വലിയ മെയിൻ്റെനൻസും കാര്യമൊന്നും വരില്ല. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ വലിയ
അവർ വർഷം സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല അല്ലേ? 1 lakhിന്റെ മേലെ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓക്കെ. മെയിൻ്റെനൻസ് ഫ്രീ ആണല്ലോ. അതെ, വളരെ കുറഞ്ഞ മെയിൻ്റെനൻസിൽ സംഭവം. വണ്ടിന്റെ വലുപ്പമൊക്കെ കാണുമ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ഉണ്ട്, വളരെ കുറഞ്ഞ മെയിൻ്റെനൻസിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടികൾ. ഇതിപ്പോ ഓപ്ഷൻ ഏതാ പറഞ്ഞത്? SV. SV, സോറി. ഇതിലും എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഓക്കെ. മൈലേജ് ഒരു 12-15 റേഞ്ച് വരെയൊക്കെ ഏകദേശം മൈലേജ് ആണ്. നല്ല സുഖമാണ് ഈ വണ്ടി ഓടിക്കാനും സുഖമാണ്, യാത്ര ചെയ്യാനും സുഖമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ബാക്ക് റോ, ഫ്രണ്ട് റോ എല്ലാം അല്ലേ? നല്ല സ്പേസ് ആണ് വണ്ടി. അത്യാവശ്യം ലഗേജ് കപ്പാസിറ്റി ഉള്ള നല്ലൊരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. അപ്പൊ താല്പര്യം എന്തായാലും നോക്കാം. നമുക്ക് പ്രൈസിങ് എങ്ങനെ? ഇപ്പോൾ 4,10,000 രൂപയ്ക്ക് 2016 SB. ഓക്കെ. 86,000 കിലോമീറ്റർ, 88,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അപ്പൊ എന്തായാലും നോക്കിയോ, താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ലോണും കയറൂല്ലേ? അടുത്തത് ഹ്യുണ്ടായി നിയോസ് ആണ്. KL 77 രജിസ്ട്രേഷൻ, പേരാമ്പ്ര വാഹനമാണ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം, കോഴിക്കോട് ജില്ല തന്നെ. ഏതാ മോഡൽ ഇത്? 2020 മോഡലാണ്. നിയോസ് മാഗ്ന വേരിയന്റ്. ഓക്കെ. മിഡിൽ ഓപ്ഷൻ. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ നിലവിൽ റണ്ണിങ്. 68,000 മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് 20. പിന്നെ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. AC പോസ്റ്ററി, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ് കേട്ടോ. പിന്നെ ഗ്രാൻഡിനേക്കാൾ കുറച്ചും കൂടെ മൈലേജ് ഉണ്ടാവും. ഒരു 13-16 റേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെ പ്രൈസിങ് എങ്ങനെ? ഇത് 4,40,000. 4,40,000 2020 മാനുവൽ അല്ലേ? മാനുവൽ മാഗ്ന ഗ്രാൻഡ് ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. വില നമുക്ക് എന്തെങ്കിലും മാറ്റി ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോ ലോണും ഒരു 4 ലക്ഷം വരെ കിട്ടും. ലോണ് 90% കിട്ടേണ്ടതാണ്. 4 ലക്ഷം എന്തായാലും കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ് 2020 മാഗ്ന. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് വെച്ചിട്ട് ക്യാമറ ലോറി ഉണ്ട്. ക്യാമറ ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് വെക്കാൻ ധൈര്യമില്ല അവിടെ. അപ്പോൾ i20 ആണ് അടുത്തത്. KL 11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? i20 2019 സിംഗിൾ ഓണർഷിപ്പിൽ മാഗ്ന. 19 മാഗ്ന മിഡിൽ ഓപ്ഷൻ ആണ്. AC പോസ്റ്ററിന്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ അല്ലേ? ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. മൈലേജ് കുറവായിരിക്കാം, ഒരു 10-13 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും മതി. അപ്പോ എത്ര ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാ? ഇത് 4,65. 19 മാഗ്ന 4,65. 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. വലിയ ഓട്ടം പോയിട്ടില്ല. സിംഗിൾ ഓണർ, വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാ? മെയിൻറ്റൈൻഡ്. ഓക്കെ. പരിപാടിക്കൊക്കെ കറക്റ്റ് പോയിട്ടില്ല. എടുക്കാം. ഓക്കെ. ലോൺ എത്ര കിട്ടും? ഒരു 4 വരെ കിട്ടും. 4-4.25 വരെ കിട്ടേണ്ടതാണ്. 4.25. ഓക്കെ. എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ? ഓക്കെ. അപ്പോൾ ഒരു ക്ലീൻ പീസ് വണ്ടിയാണ്. താല്പര്യം വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. KL 57 രജിസ്ട്രേഷൻ വരുന്നൊരു റിനോ ട്രൈബർ ആണ്. റിനോ ട്രൈബർ. ഞാൻ കൊച്ചിയിലൊരു ട്രൈബർ 4 ലക്ഷത്തിന് കാണിച്ചിട്ട് നല്ല കോൾസ് ഉണ്ടായിരുന്നു പറയുന്നത്. അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവർക്ക് ഇതാ ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ട്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഏതാ മോഡൽ ബ്രോ? ഇത് 2021 മോഡലാണ്. 21 മോഡൽ. RXT ആണ് വേരിയന്റ്. RXT എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ RX ആണ് ഇതിൽ പൊതുവേ കാണാറ്. അതിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ്, ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ. ഓട്ടം എത്ര പോയി? ഓട്ടം 40,000 കിലോമീറ്റർ. 40,000. ഇതിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. 40,000 ഓടിയിട്ടുള്ളൂ. വലിയൊരു ഓട്ടോ അല്ല, നോർമൽ ഓട്ടം തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർ. സെക്കൻഡ്. ക്ലെയിം റീപ്ലേസ്മെന്റ് സർവീസ് ഒക്കെ പക്ക. ഹിസ്റ്ററി ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഒരു മിനി MPV ആണ്. പുറകില് റോല് കുട്ടികൾക്കൊക്കെ ഒരു 3 കുട്ടികൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം. പിന്നെ നമുക്കും വലിയ ആൾക്കാർക്കും അത്യാവശ്യം ചെറിയ ഓട്ടത്തിലൊക്കെ ഇരിക്കാം. ഓക്കെ. അപ്പോ പ്രൈസിങ് എങ്ങനെയാ? 4,70. 4,70,000. മാനുവൽ ഇത്? മാനുവൽ. 4,70,000 21 മോഡൽ RXT ട്രൈബർ നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഫുൾ ഓൺ കയറുമില്ല? ഫുൾ ഓൺ കയറേണ്ടതാണ്. ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ് കേട്ടോ ഇന്നത്തെ സ്റ്റോക്ക്. ഇവിടെ ഇനിയും സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ എല്ലാം കൂടി നമുക്ക് കാണിക്കാനുള്ള സൗകര്യമില്ല. അതാണ് പ്രശ്നം. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നീക്കിയിട്ട് കളിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല, ഇവരെ പാവങ്ങാട് ഷോറൂമുണ്ട് കോഴിക്കോട് തന്നെ, പിന്നെ വയനാട് കൽപ്പറ്റയുണ്ട് ഷോറൂം. അപ്പോൾ എവിടുത്തെ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ആണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൊടുക്കണം പ്ലീസ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.